Good evening, sir. Myself Ananda Narayanan. I am studying in 8th standard. I am from MJ Ebenezer School, English, Edakat. So my question is that science and technology has transformed or grown multifold. Do you think there is a need to link between science and society? സയൻസ് ആൻഡ് Society. സയൻസ് ഈസ് ഫോർ ദ സൊസൈറ്റി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും അല്ല എന്ന് പറയും. പക്ഷേ ഞാൻ മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷിൽ പറയണോ? മലയാളത്തിൽ പറഞ്ഞാൽ സാർ. മലയാളത്തിൽ പറഞ്ഞാൽ മതി, എന്നാൽ കുഴപ്പമില്ല. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ശാസ്ത്രം എന്ന് പറയുന്നതാണ് താങ്കൾ ഉദ്ദേശിച്ചത് അല്ലേ? അപ്പോ പക്ഷെ ശാസ്ത്രം ഒരിക്കലും അങ്ങനെ വേണമെന്ന് നിർബന്ധിക്കാൻ നമുക്കാവില്ല. കാരണം ശാസ്ത്രജ്ഞന്മാരുടെ ജോലി സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുകയല്ല. തൽക്കാലം അവർ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ്. ഇപ്പൊ നമുക്ക് ഇലക്ട്രോണുകൾക്ക് വേവിന്റെ നേച്ചറാണോ പാർട്ടിക്കിൾ നേച്ചറാണോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇതിന് സമൂഹമായിട്ട് എന്ത് ബന്ധം എന്നൊക്കെ ആലോചിച്ച് തുടങ്ങി കഴിഞ്ഞാൽ സമൂഹമായിട്ട് ബന്ധമില്ലാത്തൊരു ചോദ്യമാണത്. അതുകൊണ്ട് ഇലക്ട്രോണിന് വേവ് നേച്ചറാണോ പാർട്ടിക്കിൾ നേച്ചറാണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ മെനക്കെടണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ശാസ്ത്രജ്ഞൻ കേൾക്കുമോ? കേൾക്കൂല. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ശാസ്ത്രജ്ഞന്മാരെ അവരുടെ വഴിക്ക് വിടുക. അവരവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കട്ടെ. ഇവരെ ഈ പറഞ്ഞ ഉത്തരങ്ങളെ സാമൂഹ്യ ബന്ധം ഉണ്ടാക്കിയെടുക്കേണ്ടത് മറ്റു ചില ആളുകളാണ്. അത് രാഷ്ട്ര നിർമ്മാണത്തിന് ഉത്തരവാദിത്തമുള്ളവരായിരിക്കാം, ഗവൺമെന്റ് ആയിരിക്കാം, പോളിസി മേക്കേഴ്സ് ആയിരിക്കും. അപ്പൊ ഇവരാണ് ഈ ശാസ്ത്രത്തിൽ കണ്ടുപിടിക്കപ്പെടുന്ന വസ്തുക്കളെ സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകളുമുണ്ട്, അങ്ങനെ ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട്. അവരെ ട്രാൻസ്ലേഷണൽ റിസർച്ച് എന്ന് പറയും. അതായത് പ്യുവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് പ്രയോജനപ്രദമായ വസ്തുക്കൾ നിർമ്മിക്കാൻ കഴിയുമെന്ന് പറയും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ആറ്റോമിക് എനർജി. നമ്മൾ ഇലക്ട്രോൺ ഫിഷൻ ഉപയോഗിച്ച് നമുക്ക് എനർജി കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മൾ E=mc² എന്ന ഇക്വേഷനിൽ ഐൻസ്റ്റൈൻ നിങ്ങളോട് പറഞ്ഞത് അല്ലേ? അത് വെച്ച് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് എനർജി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, അത് ഉപയോഗിച്ച് ബോംബും ഉണ്ടാക്കാം. ഈ തീരുമാനം ആരാ എടുത്തത്? ഐൻസ്റ്റൈൻ ആണോ എടുത്തത്, വേറെ ആരെങ്കിലും ആണോ എടുത്തത്? ഐൻസ്റ്റൈൻ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. E=mc² കണ്ടുപിടിച്ച ഐൻസ്റ്റൈൻ വിചാരിച്ചിരുന്നില്ല ഇതൊരിക്കലും ബോംബാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണെന്ന്. പക്ഷേ അത് പിന്നീട് വന്ന സമയത്ത് സമൂഹത്തിൽ വന്ന തീരുമാനങ്ങളെടുത്ത ആളുകളെടുത്ത തീരുമാനമാണ്. അത് പൊളിറ്റിക്കൽ സിസ്റ്റം ആയിരിക്കാം, ഗവൺമെന്റുകളായിരിക്കാം. അപ്പോൾ ഏതൊരു ശാസ്ത്ര പ്രവർത്തനവും പല തലങ്ങളുണ്ട്. അതിന് സമൂഹത്തുമായിട്ട് ബന്ധപ്പെടുന്ന എഫക്റ്റ് ഉണ്ട്, സമൂഹത്തിൽ ബന്ധപ്പെടാത്തൊരു എഫക്റ്റും ഉണ്ട്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരുടെ ജോലി എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാണ്, ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ രണ്ടാമത്തെ ടൈപ്പ് റിസർച്ച് ഉണ്ട്. ട്രാൻസ്ലേഷൻ റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ സമൂഹത്തിനൊരു ചോദ്യമുണ്ട്. നമുക്കിപ്പോൾ കുടിവെള്ളമില്ല, ഒരു രാജ്യത്ത് കുടിവെള്ളം കിട്ടാനില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് കടൽ വെള്ളം ഉപയോഗിച്ച് കുടിവെള്ളം ഉണ്ടാക്കാം? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് പറ്റിയ ഒരു ഉത്തരം റിസർച്ച് ചെയ്യുക, അതൊരു നല്ലൊരു റിസർച്ച് ടോപ്പിക്കാണ്. അതൊരു സമൂഹമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ടോപ്പിക്കാണ്. അത്തരം റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അത് ചെയ്യാം. ഇപ്പോൾ വേറൊന്നുണ്ട്. നമ്മുടെ പെട്രോൾ കത്തിച്ച് ഇത്രയും പുകയുണ്ടാവുന്നുണ്ട്, അന്തരീക്ഷമെല്ലാം മലീമസമാകുകയാണ്. ഇതിനെതിരെ പെട്രോൾ അല്ലാത്ത ഒരു വാഹനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റിസർച്ച് ചെയ്യാൻ പറഞ്ഞാൽ അതും ഒരു നല്ല റിസർച്ചാണ്. അതൊരു ട്രാൻസ്ലേഷൻ റിസർച്ചാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ള ബേസിക് റിസർച്ച് എന്നുള്ള ഡാറ്റ എല്ലാം എടുത്ത് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബേസ്ഡ് എഞ്ചിൻ ഉണ്ടാക്കാനോ ഒക്കെ ഉള്ള ശ്രമങ്ങളെയാണ് അത്തരം ട്രാൻസ്ലേഷൻ റിസർച്ച് എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ബേസിക് ചോദ്യങ്ങൾ ചോദിക്കാം. എങ്ങനെ ഈ ലോകമുണ്ടായി? ബിഗ് ബാങ് എങ്ങനെ ഉണ്ടായി? ഇനി വരും കാലങ്ങളിൽ ഭൂമി എങ്ങനെയായിരിക്കും? പാർട്ടിക്കിളാണോ വേവ് ആണോ ഇലക്ട്രോൺസ്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ഫണ്ടമെന്റൽ റിസർച്ച് ഒരു സ്ഥലത്തൂടെ നടക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തൂടെ സമൂഹത്തിന് പ്രയോജനപ്രദമായ കാര്യങ്ങളെക്കുറിച്ചുള്ള റിസർച്ച് ചെയ്യാം. മെഡിസിൻ അതിലും പ്രധാന മേഖലയാണ്. അതുപോലെ തന്നെ ഡ്രഗ് ഡിസ്കവറി, പ്രധാനപ്പെട്ട മരുന്നുകളുടെ കണ്ടുപിടുത്തം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഡയഗ്നോസ്റ്റിക്സ്, ആളുകളുടെ അസുഖങ്ങളെ കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന, ഇപ്പം നിങ്ങളൊക്കെ അറിയാമല്ലോ, CT സ്കാൻ എന്നൊക്കെ പോലുള്ള യന്ത്രങ്ങൾ ഉണ്ടാക്കുക, അതൊരു വലിയ റിസർച്ചിന്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ റിസർച്ച് ഉണ്ട്. അതായത് മാഗ്നറ്റിക് പാർട്ടിക്കിൾ കൊണ്ട് നമ്മളെ റെസൊനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചില സിഗ്നൽ കിട്ടുമെന്നുള്ളത് എൻ്റെ ഫണ്ടമെന്റൽ റിസർച്ച്. പക്ഷെ അതിൽ ഉപയോഗിച്ചിട്ടൊരു മെഷീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ട്രാൻസ്ലേഷണൽ റിസർച്ചാണ്. ഇപ്പോൾ രണ്ട് തലത്തിലും ശാസ്ത്രജ്ഞന്മാർ പ്രവർത്തിക്കണം. അപ്പോൾ അതിൻ്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമുക്കിപ്പോൾ സംസാരിക്കേണ്ട. ഇത് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ ഇത്തരം മാത്രം അറിഞ്ഞിരിക്കുക. ഓക്കെ.